ഹായ്, ഞാൻ അഡ്വക്കേറ്റ് മുനീർ. ഇന്ന് നാം സംസാരിക്കുന്ന വിഷയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടനുബന്ധമായിട്ടുള്ള ശശി തരൂരിൻ്റെ വിവാദ ചർച്ചകളും മറ്റു വിഷയങ്ങളെക്കുറിച്ചുമാണ്. ശശി തരൂർ ഡിപ്ലോമാറ്റിക് രംഗത്ത് വളരെ ശക്തമായ രീതിയിൽ നിന്നു വരുമ്പോൾ കഴിഞ്ഞ മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് മന്ത്രിയാക്കുന്ന ഒരു ചിത്രമാണ് ശശി തരൂരിൻ്റെ ജീവിതത്തിൽ ആദ്യമായി രാഷ്ട്രീയത്തിലേക്കുള്ള പുറപ്പാട്. ഇതിനു മുന്നേ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ യാതൊരു പിടിപാടുമില്ലായിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെതായ ഒരു വേദി കണ്ടെത്തിക്കൊണ്ടുള്ള ഒരു രീതിയാണ് കോൺഗ്രസിൽ നിന്നുകൊണ്ട് ചെയ്യുന്നത്. കോൺഗ്രസ്സിന് എന്നും ഒരു തലവേദനയായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും മറ്റും കണ്ടിട്ടുള്ളത്. BJP ഗവൺമെൻറ്റിൻ്റെ പല സംഗതികളും പുകഴ്ത്തിക്കൊണ്ട് അതിനെക്കുറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനത്ത് നിന്ന് ആരെങ്കിലും ചോദ്യം ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വേദിയിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊരു അഭിപ്രായം പറഞ്ഞു എന്ന് ചോദിക്കുമ്പോഴോ അത് എൻ്റെ വ്യക്തിപരമായ ചോദ്യമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം നിരുത്തരവാദപരമായ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പല വേദികളിലും കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് പല പ്രസ്താവന നടത്തിക്കൊണ്ട് വരുന്ന സമയത്താണ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എലക്ഷൻ വരുന്നത്. മല്ലികാർജുന ഖാർഗെ പ്രസിഡന്റ് പോസ്റ്റിൽ വരുന്ന ഇലക്ഷനിൽ സമവായത്തിലൂടെ നേതൃത്വത്തെ തീരുമാനിക്കോ എന്നുള്ള രീതിയിൽ നിന്നും മാറി അദ്ദേഹം മത്സരത്തിന് മുന്നോട്ട് വരികയും അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ചിത്രവുമാണ് പിന്നീട് കണ്ടത്. ഏതായാലും ആ ഒരു ഇലക്ഷന് ശേഷം അദ്ദേഹം പരാജയപ്പെട്ടെങ്കിലും അത്യാവശ്യം വോട്ട് പിടിച്ച് ആൾ ഇന്ത്യ ലെവലിൽ കോൺഗ്രസിൻ്റെ ഒരു മുഖമായി മാറുന്നതും പിന്നീട് കണ്ടു. മല്ലികാർജുന ഖാർഗെ ഇതോടുകൂടി കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി ഉയർന്നു വരികയും ചെയ്തു. തുടർന്നും പല വേദിയിലും ഇദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ മാത്രം പറഞ്ഞു കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ചിത്രങ്ങൾ നാം കണ്ടതാണ്. ഇങ്ങനെ തുടർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ പല വേദികളിലും കോൺഗ്രസിനെ കുറ്റം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആശയങ്ങളെ നിരാകരിച്ചുകൊണ്ടും മുന്നേറിക്കൊണ്ട് ഇരിക്കുന്ന സമയത്താണ് ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ക്യാമ്പ് വയനാട് സംഘടിപ്പിക്കുകയും ആ ക്യാമ്പിൽ ഇദ്ദേഹം വന്നു പുതിയൊരു ചിത്രം തെളിയുന്നതുമായ കാഴ്ചയാണ് കണ്ടത്. അന്ന് എല്ലാ നേതാക്കന്മാരോടും നല്ല രീതിയിൽ ഇടപെട്ട് സന്തോഷം പ്രകടിപ്പിച്ച അദ്ദേഹം പിന്നീട് കോൺഗ്രസിൻ്റെ ഒരു വക്താവായി മാറുന്ന ചിത്രമാണ് പിന്നീട് നാം കണ്ടത്. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തെ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുമായി വളരെ അടുപ്പത്തിലായിരുന്ന അദ്ദേഹം ഇപ്പോൾ മറ്റൊരു രീതിയിൽ ആണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹവുമായി നല്ല ബന്ധത്തിലല്ല ഇപ്പോഴുള്ളത് എന്നാണ് സാഹചര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലെന്ത് എന്നുള്ള ചിന്ത ആർക്കും പിടികിട്ടാത്തതാണ്. ശരിക്കും BJPയിലേക്കാണോ താല്പര്യം, അതല്ല കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസിലുള്ള ഒരു തിരുത്തൽവാദിയായി തുടരുകയാണോ ലക്ഷ്യം, അതല്ല അതിലപ്പുറം കേരളത്തിൽ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ UDF അധികാരത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രി പോസ്റ്റാണോ ലക്ഷ്യം എന്നുള്ളതൊക്കെ അവ്യക്തതയായി നിന്നു വരുന്ന ചിത്രമാണ് ഉണ്ടായിരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വട്ടം പ്രതിപക്ഷ നേതാവാകുകയും അതിനുശേഷം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനാവുകയും മുന്നേ മന്ത്രിസ്ഥാനം വഹിക്കുകയും മറ്റ് പാർട്ടി ഭാരവാഹിത്വങ്ങളും പാർട്ടി സ്ഥാനങ്ങളും വഹിച്ചിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഒരു വശത്ത് നിൽക്കുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവും മുൻ മന്ത്രിയുമായിരുന്ന VD സതീശൻ അതിനേക്കാളുപരി വേറൊരു രീതിയിൽ പാർട്ടിയിൽ നിൽക്കുന്നു. ഇങ്ങനെയുള്ള പാരമ്പര്യ കോൺഗ്രസ് പ്രവർത്തകരായ ആളുകൾ ചെറുപ്പം മുതൽ KSU, കോൺഗ്രസ്, മറ്റ് ഉന്നതി എല്ലാ രംഗങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ട് വളർന്നു വന്ന നേതാക്കന്മാർ പാർട്ടിയിൽ നിൽക്കുമ്പോൾ ശശി തരൂരിനെ പോലുള്ള MP ആണ് അദ്ദേഹം. MP ആയിട്ടുള്ള അദ്ദേഹത്തെ ഇവിടെ MP സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഇവിടെ നിയമസഭയിലേക്ക് മത്സരിപ്പിച്ച് ആ ഒരു മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് നൽകുക എന്നുള്ളത് പ്രായോഗികവുമല്ല. അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചിന്ത അതിനെതിരുമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇരിക്കെയാണ്
വയനാട്ടുള്ള ക്യാമ്പ് കണ്ടതും ഒരു ഐക്യപ്പെടലും മറ്റും കണ്ടത്. എന്നാൽ ഇന്ന് ചിത്രം മാറിയിരിക്കുന്നു. കോൺഗ്രസ് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വേദി വിട്ടുകൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സ്ഥാനം പാർട്ടിയിൽ നിർണയിച്ചിരിക്കുന്ന ചിത്രം നടന്നു വന്നിരിക്കുമ്പോഴാണ് ഇന്ന് ദുബായിൽ വെച്ച് അദ്ദേഹം ഒരു വ്യവസായിയുമായി ചർച്ച നടത്തുന്നു എന്ന വിവരം അറിയാൻ കഴിഞ്ഞത്. വ്യവസായിയുമായി ചർച്ച നടത്തുന്ന മറ്റൊന്നുമല്ല, നമ്മൾ BJPയിലേക്ക് പോകും അല്ലെങ്കിൽ വേറൊരു വേദി ഉണ്ടാക്കും എന്നുള്ളതിനപ്പുറം ഇടതുപക്ഷവുമായി അടുക്കുന്നു, ഇടതുപക്ഷത്തിൻ്റെ വക്താവായി മാറും എന്നുള്ള കാര്യമാണ് ഇന്ന് ഊഹാപോഹങ്ങൾ ആണെങ്കിലും അതിൽ എന്തോ യഥാർത്ഥം കാണുന്നു. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് നൽകാൻ കഴിയുന്നത് ഏത് വേദിയാണ്? ഒരു മന്ത്രിസ്ഥാനമോ മറ്റുള്ളതിനോ വേണ്ടി അദ്ദേഹം തൻ്റെ ആദർശം പണയം വെക്കുമെന്ന് എനിക്കും തോന്നുന്നില്ല. ഏതായാലും ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹം സമ്മതിക്കും. അങ്ങനെയൊരു വേദി തുറന്നാൽ അടുത്ത നിയമസഭയിൽ ശശി തരൂരിനെ വെച്ചുകൊണ്ട് ഒരു പുതിയ ചിത്രം തെളിയാനുള്ള സാഹചര്യവുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ഇടതുപക്ഷം വഴങ്ങുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ഇടതുപക്ഷത്ത് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഇപ്പോഴും മൂന്നാം ഊഴം ഒന്നും കൂടെ മത്സരിക്കാം, ഒരു മുഖ്യമന്ത്രി പൊസിഷനും കൂടി കൈയാളാം എന്നുള്ള ആത്മവിശ്വാസത്തോടെ നിൽക്കുന്ന ഈ സമയത്ത്, അതുപോലെ തന്നെ മുഖ്യമന്ത്രി പോസ്റ്റിലേക്ക് മറ്റ് ആളുകളും ചിന്ത വെച്ച് നിൽക്കുന്ന ഈ സമയത്ത് ശശി തരൂരിനെ ഒരു പുതിയൊരു ആളെ പാർട്ടിയിൽ കൊടുന്ന് അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിന് തിരിച്ചടിക്കുന്ന ഒരു രാഷ്ട്രീയ ചിത്രം നൽകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ഇങ്ങനെയുള്ള ഒരു നിർണായക പൊസിഷൻ അല്ലെങ്കിൽ വ്യക്തമായ ശക്തമായ ഒരു പോസ്റ്റ് നൽകാതെ ശശി തരൂർ ഇടത്തേക്ക് പോകും എന്നുള്ളതും ചിന്തിക്കാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കളികൾ ആത്മഹത്യാപരമാണ് എന്നാണ് എനിക്ക് ഇവിടെ പറയാൻ കഴിയുന്നത്. ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസിൻ്റെ ഒരു നേതാവ് എന്നതിലപ്പുറം ഇദ്ദേഹം ഡിപ്ലോമാറ്റിക് രംഗത്ത് പൊതുസമ്മതനായ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദർശം എല്ലാവരും സ്വീകാര്യവുമായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ കളികൾ അദ്ദേഹത്തിന് തന്നെ ദോഷം വരുന്ന ചിത്രമാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാവി നഷ്ടപ്പെടുത്തുന്നു എന്നാണ് ഈ വിലപേശലിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇദ്ദേഹം ഇനിയുള്ള രാഷ്ട്രീയത്തിൽ ഇദ്ദേഹത്തിൻ്റെ റോൾ എന്ത്, ഇദ്ദേഹത്തിൻ്റെ ഭാവി എന്ത്, മറ്റുള്ള ചിത്രങ്ങളെല്ലാം ഇനി കാണാൻ വരുന്നതേയുള്ളൂ. ഏതായാലും ഇന്നത്തേക്ക് വിട. ജയ് ഹിന്ദ്, നമസ്കാരം.